ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ ഔട്ട്ലൈൻ ഇടാം. ഇതിൽ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് തുടങ്ങുകയാണ്. ഇത് നമ്മളെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാംലിൻ എന്ന ഒരു ബ്രാൻഡിൻ്റെ കളർ പെൻസിലാണ്. ഞാനിവിടെ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിൻ കളറിൻ്റെ ഒരു ലൈറ്റ് കളറുണ്ട്. അത് ഞാൻ വെച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ലൈറ്റ് ഓറഞ്ച് കളർ വെച്ചിട്ട് ഞാനിവിടെ സെക്കൻഡ് ലെയറായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഡാർക്ക്നെസ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡിങ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കണ്ണിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഡാർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടോണൽ വാല്യൂ കിട്ടുന്നവർക്ക് നമ്മളവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ കണ്ണിൻ്റെ മുകൾ വശത്തെ പുരികത്തിന് ഞാനിവിടെ ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂ കളറും ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് അപ്ലൈ ചെയ്യുന്നു. പിന്നെ എവിടെയൊക്കെയാണോ സ്കിന്നിൻ്റെ ഭാഗത്ത് ഡാർക്ക്നെസ് ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ ഡാർക്ക്നെസ് വാല്യൂ നമ്മുടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്മഡ്ജ് ചെയ്യാനായിട്ട് വൈറ്റ് ഗ്ലാസ് മാർക്കർ പെൻസിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ വൈറ്റ് കളർ പെൻസിൽ ആയാലും മതി. നമുക്ക് യൂസ് ചെയ്താൽ നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സ്കിന്നിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യാതെ നമ്മൾ ലൈറ്റായിട്ട് ലെയർ വൈസ് ലെയർ വേണം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ ഇവിടെ കണ്ണിൻ്റെ പിരികത്തിലേക്ക് അടയ്ക്കുകയാണ്. ഓരോരോ ലെയേഴ്സും നമ്മളിവിടെ വരച്ചെടുക്കുകയാണ്. ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ ഓരോരോ ലെയേഴ്സും ഞാനിവിടെ നോക്കിയിട്ട് കണ്ണിൻ്റെ പുരികം നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ 2 പുരികം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കണ്ണിൻ്റെ മുകൾ വശത്തെ ആ പോളൊക്കെ ഞാനിവിടെ കിടക്കുകയാണ്. പോളയുടെ ഡാർക്ക്നെസ് ഏരിയ ഞാനിവിടെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി എത്രയാണോ അതിൽ കാണിക്കുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ചെയ്യുന്നു. പിന്നെ ഇത് ഗ്ലാസ് വെച്ചുകൊണ്ട് തന്നെ ആ കണ്ണിൻ്റെ ഉൾവശത്ത് പ്യുവർ വൈറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നു. പിന്നെ ഗ്ലാസിൻ്റെ കളർ ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ വയലറ്റ് കളർ ഞാനവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വൈറ്റ് ഗ്ലാസ് മാർക്കറിൻ്റെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ബ്ലെൻഡിങ് ഏകദേശം ആ ഒരു ഗ്ലാസിൻ്റെ മിറർ നമുക്ക് ആ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി എവിടേക്കാണ് ഡാർക്ക്നെസ് ലൈറ്റ്നെസ് ഉള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നെ ബോർഡറായിട്ട് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ആ ഗ്ലാസിൻ്റെ ഫ്രെയിമിനായിട്ട് ഫുള്ളായിട്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വൈറ്റാണ്, പക്ഷേ അത് നമ്മൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഞാനിവിടെ അടുത്ത കണ്ണിൻ്റെ പോർഷനിൽ കിടക്കുകയാണ്. കണ്ണിൻ്റെ മുൾവശത്തേക്ക് ഞാനിവിടെ ലൈറ്റ് ഓറഞ്ചും അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡും ഞാൻ വെച്ചിട്ട് ആ ഒരു ഹൈലൈറ്റ്സ് ഡാർക്ക്നെസ് ഏരിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത കണ്ണിലേക്ക് കിടക്കുകയാണ്. കണ്ണിൻ്റെ ആ ഒരു പോർഷൻസ് ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വയലറ്റ് കളർ യൂസ് ചെയ്യുന്നു. പെൻസിൽ ക്യാംലിൻ എന്ന ബ്രാൻഡിൻ്റെ വയലറ്റ് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് നമ്മൾ സ്മൂത്ത്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ഗ്ലാസ് മാർക്കറിൻ്റെ യൂസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഗ്ലാസിൻ്റെ താഴ്ഭാഗത്തേക്ക് കിടക്കുകയാണ്. താഴ്ഭാഗത്തെ സ്കിൻ ഏരിയ ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ സ്കിൻ ടൂൺസ് ഞാനിവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്കിൻ കളർ നമ്മൾ ലൈറ്റായിട്ട് ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് പോകുന്നത് ആ മൂക്കിൻ്റെ ഭാഗം അതൊക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ജസ്റ്റ് നമ്മൾ വരച്ചെടുക്കുന്നു. പിന്നെ ഞാനിവിടെ ജസ്റ്റ് വൈറ്റ് ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ വൈറ്റ് ജെൽ പെൻ്റെ യൂസും ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് വൈറ്റ് ഹൈലൈറ്റ്സ് വരുന്നത് ആ ഒരു ഏരിയ ഞാനിവിടെ ജെൽ പെൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഡാർക്ക്നെസ് ഏരിയക്ക് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നു. മൂക്കിൻ്റെ ഭാഗം ആ ഒരു ഭാഗത്തിനൊക്കെ ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പതുക്കെ വേണം ഷെയ്ഡ് ചെയ്യാൻ. അധികം പ്രസ്സിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല കളർ പെൻസിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ടുള്ളൊരു ഷെയ്ഡിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചുണ്ടിൻ്റെ മുകൾ വശത്തെ ഒരു ഏരിയ ഞാൻ ലൈറ്റ് പച്ച വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് മീശ കുറച്ച് ഷേവ് ചെയ്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലൈറ്റ് പച്ച വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ലൈറ്റ് മീശ ഇവിടെ ഉണ്ട്. ആ ഒരു മീശ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ലെയർ പർപ്പിൾ കളർ ലൈറ്റ് പർപ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഡാർക്ക്നെസ് ആയിട്ട് ബ്രൗൺ ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെ താഴ്ഭാഗത്തെ ചുണ്ടും ഞാൻ ജസ്റ്റ് ഒരു വയലറ്റ് കളർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ സ്കിൻ ടൂണ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ സ്കിൻ കളർ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ഗ്ലാസ് മാർക്കർ യൂസ് ചെയ്യുന്നു. പിന്നെ താടിയുടെ ഭാഗത്തേക്ക് സെയിം പ്രോസസ്സ് ഞാൻ ഫസ്റ്റ് ലൈറ്റ് പച്ച ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ എല്ലാ താടിയും ഓരോരോ രോമങ്ങൾ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രോമങ്ങളൊക്കെ ഏകദേശം നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് ആ ചുണ്ടിൻ്റെ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ബാക്കി ഒരു ഏരിയയിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ സ്കിൻ കളർ വെച്ചിട്ട് ഞാൻ എവിടേക്കാണോ വാല്യൂസ് കുറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫൈനൽ റീടച്ച് ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് സെയിം പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ സ്കിൻ ടോൺ വെച്ചിട്ട് ഫസ്റ്റ് ലെയറായിട്ട് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്നുകൂടി ഡാർക്ക്നെസ് വാല്യൂ ഞാൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഫേസിനെക്കാട്ടിയും കുറച്ചുകൂടി അധികം ഡാർക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വൈറ്റ് ഗ്ലാസ് മാർക്കർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഒന്നുകൂടി ഞാൻ ഡാർക്ക്നെസ് കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡും നമ്മൾ കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ മൂക്കിൻ്റെ ഭാഗത്തേക്കും എവിടേക്കാണോ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് അത് ഞാൻ നോക്കിയിട്ട് ബ്രൗൺ ഷെയ്ഡ് ഒന്നുകൂടി ഞാൻ എല്ലാ ഏരിയയിലും ഞാൻ ഒന്ന് റീടച്ച് ചെയ്യണം ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് ഏകദേശം നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ബാക്കി ബ്ലാക്ക്നെസ് ഏരിയ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് റെഫറൻസ് നമ്മൾ നോക്കിയിട്ട് ഞാൻ ഷെയ്ഡ് എടുക്കുന്നു. പിന്നെ ചെവിയുടെ ഭാഗത്ത് കിടക്കുകയാണ്. ചെവിയുടെ ഫസ്റ്റ് ലെയറായിട്ട് സ്കിൻ ടോൺ ഞാൻ യൂസ് ചെയ്യുന്നു. സ്കിൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ സെയിം പ്രോസസ്സ് നമ്മൾ വൈറ്റ് ഗ്ലാസ് മാർക്കർ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ എവിടെയൊക്കെയാണോ ഡാർക്ക്നെസ് ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് വൈറ്റ് പോർഷൻസ് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഏരിയാസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്.